കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ. ഒന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ. അപ്പൊ ഇരിക്കും, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. വാ. ആ, ഞാൻ അവൾക്ക് വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ശരി 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 തന്നെ കാണാം. ഇഷ്ടായോ? സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ അപ്പാപ്പന്റെ പ്ലാനാ. ഇപ്പൊ ഇത്രയും വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോഴാണ് പാട്. പക്ഷെ അത് ശരിക്കും അടിപൊളിയാ. നമുക്കിന്ന് ഇവിടെ കിടക്കാം. ഇവിടെയോ? ഇവിടെ വല്ല പാമ്പുണ്ടോ? നീ ഹാപ്പി അല്ലേ? നീയോ? ഹാപ്പി. അപ്പനോട് പറഞ്ഞിട്ടില്ല, അതിന് ചെറിയൊരു വിഷമം. അതിൽ വിഷമിക്കൊന്നും വേണ്ട. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഉച്ചയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം ഓക്കെ ആക്കാൻ മതി. യാത്രയൊക്കെ സുഖമായിരുന്നു? ആ, സുഖമായിരുന്നു. മതി, താങ്ക് യു. ജെസി ഇന്ന് എൻ്റെ അടുത്ത് കിടന്നോളൂ. രാത്രി ഒന്ന് എണീക്കണം. വീട്ടിൽ ആദ്യമായി വന്നതല്ലേ, ഒരു പ്രാർത്ഥനയുണ്ട്, അതിൽ കൂടണം. ഇതെന്താ പ്രാർത്ഥനയൊക്കെ? ഇതെന്താ ഈ പ്രാർത്ഥനയുടെ കാര്യം? പ്രാർത്ഥനയുടെ കാര്യം ഞാനും ഇപ്പോഴാണ് അറിയണത്. അപ്പച്ചനൊക്കെ കുറച്ച് പഴയ സെറ്റപ്പാ. കാര്യം കണ്ട. എങ്കിൽ നീയും വാ. ഞാനുണ്ടോ? നീ പോയി കിടന്നോ, രാത്രി എഴുന്നേൽക്കാളോ. ഏയ്, ഈ ബലി നിനക്കുള്ളതാണ്, അങ്ങയുടെ സൈന്യത്തിലേക്ക് ഒരാൾ കൂടി. വി ബിലീവ് യു ആർ ദി വേ, ദി ട്രൂത്ത് ആൻഡ് ലൈഫ്, നോട്ട് ഹിം. വാ അന്ന, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്തിടക്കാം. ഞാൻ എവിടെ വേണേലും വന്ന് പറയാം, ഇവരെല്ലാരും കൂടിയാണ് ജെസിയെ കൊന്നെന്ന്. വാ അന്ന. എന്നിട്ട് നീ ഇവർക്കൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കോ? എന്റെ ജെസിയെ കൊന്ന പോലെ ഇവിടുത്തെ നിയമപരൊക്കെ കൊന്നു കളയോ? അതല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അന്യത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇനി അവളെ കൊന്നവരൊക്കെ തീർത്തിട്ട് ഞാൻ ഈ പടി ഇറങ്ങൂ. അതൊന്നും അത്ര എളുപ്പമല്ല അന്ന. ഈ പിശാചിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അടിമകളായി അവര് മാറിക്കഴിഞ്ഞു. ഈ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അവർക്കൊരു മടിയുണ്ടാവില്ല. ഇനി ദൈവത്തിന് മാത്രമേ അവരെന്തേലും ചെയ്യാൻ കഴിയുള്ളൂ. ജെസിക്ക് വേണ്ടി മരിക്കേണ്ടി വന്ന അതിനെനിക്ക് മടിയില്ല. നിനക്ക് അവൾ ഇഷ്ടായിരുന്നില്ലേ? നിന്നെ അവൾക്ക് ജീവനായിരുന്നു. അന്ന,
ഈ വീട് കത്തിച്ച് കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കൂ എനിക്കറിയില്ല. നീ കൂടെ നിന്നാ മതി. ഓരോന്നോരോന്നായി നമുക്ക് അവസാനിപ്പിക്കാം. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജെസ്സി ഇനിയില്ല എന്ന സത്യം ആ രാത്രി തന്നെ എനിക്ക് ആ വീട് ചുട്ടരിക്കാൻ തോന്നിച്ചു. പക്ഷേ കെണിയൊരുക്കുമ്പോൾ ഇരകൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വെക്കരുത് എന്ന ബോധം ഉള്ളിലുണ്ടായിരുന്നു. കണക്ക് തീർത്തു തുടങ്ങാൻ കൂട്ടത്തിൽ എടുത്തുചാട്ടക്കാരനെ തന്നെ തിരഞ്ഞെടുത്തു. സാമുവൽ. ഇവിടെ എത്തിയത് മുതൽ അയാൾക്ക് എന്നിലുള്ള നോട്ടം മുതലെടുത്താൽ കെണിയിലേക്ക് അവൻ നടന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹേയ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? എന്തെങ്കിലും? പക്ഷേ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മുറിയിൽ വരാം. ഡോർ ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. അത് മാത്രല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത്.